നമ്മളെല്ലാം അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഈ കാര്യം വളരെ ഗൗരവതരമായി നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സിദ്ധാർത്ഥൻ്റെ വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥൻ്റെ കേസിലെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് എടുത്തത്. ഈ കാര്യത്തിലൊന്നും അങ്ങനെ എടുക്കരുത്. മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഇത്തരം ആളുകൾക്ക് അധ്യാപകരായി തുടരാൻ എന്ത് അവകാശമുള്ള വിദ്യാഭ്യാസ രംഗത്തെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഈ വിഷയം കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നു. വിപുലമായ ചർച്ച വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നടത്തിയപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ പല സ്ഥലത്തും ജാതീയമായ അധിക്ഷേപം നേരിടേണ്ടി വരുന്നു. ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാൻ അതിൻ്റെ മനസ്സ് എന്തോരം നൊന്ത് കാണും, എന്തുമാത്രം വേദനിച്ച് കാണും, എന്തുമാത്രം കരഞ്ഞ് കാണും, എത്രമാത്രം ദിവസങ്ങൾ ഉറങ്ങാതെ കിടന്ന് കാണും. ഇതൊരു ദിവസത്തെ കാര്യമല്ലല്ലോ, പല ദിവസങ്ങളായി നടക്കുന്നു എന്ന് കുടുംബത്തിൽ പരാതി പറഞ്ഞ കുട്ടിയാണ്. അത് ഗൗരവത്തോടു കൂടി അന്വേഷിച്ച് കർശനമായ നടപടി, ഒരു മുഖം നോക്കാതെ ആരാണെങ്കിലും നടപടി സ്വീകരിക്കണം.